ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, മംഗളവാർത്തക്കാലം 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്ക ദിനങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല വീടുകളുടെ മുമ്പിലും നക്ഷത്രങ്ങളും പുൽക്കൂട് പണിയുന്നതിനുള്ള ഒരുക്കങ്ങളും കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഈ നക്ഷത്ര വിളക്കുകളുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുമസ് അടുത്തു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത്. അങ്ങനെ ക്രിസ്തുമസിന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നല്ല ത്യാഗത്തോടുകൂടെ ഒരുങ്ങാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതാകട്ടെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വിചിന്തനം എന്ന് പറയുന്നത്. ക്രിസ്തുമസിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ ഈ ഒരുക്ക ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ജീവിത മാതൃകയാണ് ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ദൈവം ഔസേപ്പിതാവിൻ്റെ മുമ്പിൽ വക്കാലത്ത് നിൽക്കുന്നത് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. രഹസ്യത്തിൽ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഉറക്കത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ് എന്നും അവളെ സ്വീകരിക്കാനായിട്ട് ശങ്കിക്കേണ്ട എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഔസേപ്പിതാവിന് ദൈവം കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് വേണ്ടിയും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ബലി കൊടുക്കാനായിട്ട് പരിശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് ദൈവം അവളുടെ കൂടെ നിന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ജീവിത മാതൃക അതാണ്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും പരിത്യജിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവം എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാകും. ഔസേപ്പിതാവിൻ്റെ ജീവിതവും അത് തന്നെയാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. തൻ്റേതായ സ്വപ്നങ്ങളും തൻ്റേതായ ആഗ്രഹങ്ങളും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കാൻ മറിയത്തെ പോലെ ഔസേപ്പിതാവും സന്നദ്ധനായിരുന്നു. അതുകൊണ്ടാണ് ഔസേപ്പിതാവിനെ അത്രമാത്രം ഉയർത്താനായിട്ട് ദൈവം തിരുമനസ്സായത്. ഈശോയുടെ മാതാപിതാക്കളായ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ദൈവത്തിന് മുമ്പിൽ അത്രമാത്രം നന്മയോടെ നിലകൊണ്ടവരാണ്, അത്രമാത്രം ത്യാഗത്തോടെ ജീവിച്ചവരാണ്. നമുക്കും അതുപോലെ ത്യാഗനിർഭരമായ ഒരു ജീവിതം, ഒരു ക്രിസ്തുമസ് ഒരുക്കമെന്ന നിലയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നോർക്കുക, ദൈവത്തിനു വേണ്ടി നീ എടുക്കുന്ന ഓരോ ത്യാഗങ്ങളും, നീ കാഴ്ചവെക്കുന്ന പരിശ്രമങ്ങളും ദൈവം അത്രമാത്രം വിലമതിച്ച് കാണുന്നുണ്ട്. നോമ്പുകാലത്തിലൂടെ കടന്നുപോയി ഉത്തമമായ ഒരു ക്രിസ്തുമസ് ആചരണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും ദൈവം നിന്നോടുകൂടെ ഉണ്ടാകും. അപ്പോൾ എമ്മാനുവേൽ എന്നുള്ള ആ മിശിഹായുടെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടും പ്രാവർത്തികമാക്കപ്പെടും. എന്നും എപ്പോഴും എല്ലാ കാലവും ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് എത്രമാത്രം ദൈവത്തിനു വേണ്ടി, ദൈവികമായ പദ്ധതികൾക്ക് വേണ്ടി കുറച്ചെങ്കിലും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കാനായിട്ട് പരിശ്രമിക്കുക. നിൻ്റെ പരിശ്രമങ്ങളെ വിലമതിക്കുന്ന ദൈവം നിനക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹദാനങ്ങളും നൽകുക തന്നെ ചെയ്യും. ആ ഒരു ഉറപ്പോടും വിശ്വാസത്തോടും കൂടി ജീവിക്കാനായിട്ട് ഈ ക്രിസ്തുമസ് കാലം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ഓരോരുത്തരുടെ മേലും, നമ്മുടെ കുടുംബങ്ങളുടെ മേലും, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും സമൃദ്ധമായി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.